നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയെ കണ്ടെത്തുവാൻ നീ അവരെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ രോഗികളെല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, രോഗികൾക്ക് നല്ല വൈദ്യം നീ മാത്രമാകുന്നുവല്ലോ. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും എല്ലാം സൗഖ്യമായല്ലോ കർത്താവെ. ഞങ്ങളുടെ രോഗികളെ നീ ഒന്ന് സ്പർശിക്കണമേ. ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന പിഞ്ചു പൈതങ്ങളെ എന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ പൈതങ്ങൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാർദ്ധക്യരായിരിക്കുന്ന മാതാപിതാക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ ആയിരിക്കുവാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരെ ശുശ്രൂഷിക്കുന്ന കരങ്ങളെ അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് തലമുറയെ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇത് ഞങ്ങൾക്ക് വചനം പറഞ്ഞു നിന്റെ മകളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയിലും തിരുസാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം വിളമ്പി തരുവാൻ നിന്റെ മകളെ നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ 30, 60, 100 മേനി വിളവ് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപയോടെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അബ്രഹാമി മടികൾ നീ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നമുക്കിനി അടുത്ത വചന ധ്യാനമാണ്. ഇന്ന് നമ്മളോട് വചനം വന്നിരിക്കുന്നത് തിരുവമുണ്ടൂർ പള്ളി ഇടവകയിൽ ശ്രീമതി മോളിക്കുട്ടി കുര്യനാണ്. സഭയിലെ ഒരു സുവിശേഷകയാണ്. ആന്റിയുടെ ജീവിത പങ്കാളി തൈക്കുറിഞ്ഞിയിൽ മോൻസാനും സഭയിലെ ഒരു സുവിശേഷകനാണ്. രണ്ടുപേരും സൗദി അറേബ്യയിൽ ജോലിയായിരുന്നു. അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. നാട്ടിൽ വന്ന് ഇപ്പോൾ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. നമ്മുടെ പല പള്ളികളിലും സുവിശേഷ പ്രസംഗം നടത്തുന്നു. ആത്മീയ പ്രവർത്തനങ്ങൾ കുടുംബമായി ചേർന്ന് നടത്തുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആന്റിക്ക് 2 പെൺമക്കളാണുള്ളത്. അതിലൊരാൾ സിയ, നമ്മുടെ ഇമ്മാനുവൽ യൂത്ത് പ്രയറിന്റെ ആക്റ്റീവ് ലീഡറാണ്. ഏറെ പ്രാർത്ഥനയോടെ വചന ധ്യാനത്തിനായി മോളിക്കുട്ടി ആന്റിയെ ക്ഷണിച്ചു കൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാരും മ്യൂട്ട് ചെയ്യണേ. Praise the Lord. Praise the Lord. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പ്രത്യേകിച്ച് ഇതിന്റെ ഭാരവാഹിത്യം വഹിക്കുന്ന ജയമോൾ, ബാക്കിയായിരിക്കുന്ന ഇതിന്റെ ലീഡർഷിപ്പ് വഹിക്കുകയും ഇതിൽ പങ്കാളികളാകുകയും ചെയ്തിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാകുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമിനായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിൽ എന്നും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനായി നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഒരു താഴ്ച നടന്നാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നു. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്തോത്രം കർത്താവേ, സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. രാജാതി രാജാവായ ദൈവമേ സ്തോത്രം. സകലത്തിനും മതിയായവനായ ദൈവമേ സ്തോത്രം. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സൃഷ്ടികർത്താവേ, അപ്പൊ ഈ സമയം വരെയും കർത്താവേ, നിന്റെ മക്കൾ കൂടി വരുന്ന അനുഗ്രഹീതമായി ഈ കൂടിവരവിനെ അവിടുന്ന് ഏറ്റെടുത്ത് നടത്തുന്നതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ അല്പസമയം നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ താണിരിക്കുകയാണ് കർത്താവേ. ജീവന്റെ വചനം ഞങ്ങൾക്ക് കർത്താവേ അവിടുന്ന് വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു തരണമേ കർത്താവെ. നീ വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ചു തരുന്നതിന് വിളമ്പിക്കൊടുപ്പാൻ അപ്പൊ നിന്റെ ഒരു വേലക്കാരിയായി അടിയനെ നിർത്തണമേ. പൂർണ്ണമായിട്ടും ഞങ്ങളെയും ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, എൻ്റെ എളിയ ദാസി കുഞ്ഞുങ്ങളെ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് കൊള്ളണമേ.
കർത്താവെ, ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവെ, ഒരു തിന്മ ശക്തി പോലും ഞങ്ങളിലേക്ക് എത്തി നോക്കാതെ വണ്ണം അല്പസമയം കർത്താവെ ജീവന്റെ വചനവുമായി നിൽപ്പാൻ ഈ പൊട്ടിക്കഴുതിയായി അടിനേക്കൊന്ന് വാഹനമേറിയാട്ടെ. മഹത്വം അവിടുന്ന് എടുത്താട്ടെ, ജയം അവിടുന്ന് എടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഭാവികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്തെ ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിത്തീരും. അവർ ഒരിക്കലും വാടിപ്പോകുന്നില്ല, അവർ ഒരിക്കലും തളർന്നു പോകുന്നില്ല. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമെന്നാണ് അവസാനത്തിൽ അവിടെ പറയുകയാണ്. ആ ഒരു വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ, ഒരു ക്രിസ്ത്യമായ ജീവിതം നയിച്ച് നമുക്ക് ആ ക്രിസ്ത്യമായ ആ സൗരഭ്യമേകുന്ന ആ സ്വർഗീയ സിംഹാസനത്തിലെ നമുക്ക് അവകാശികളായി തീരുവാൻ കഴിയും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ഭാവികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും ഭാവികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. അവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ ഒന്നിച്ച അന്ത്യത്തോളം മുറുകെ പിടിച്ച് നിന്നാൽ നമുക്കൊരു നിത്യതയുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഒരല്പകാര്യം പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. ദൈവമാണ് നമ്മളെ നട്ടത്. നമ്മളെ ഓരോരുത്തരെയും നട്ടിരിക്കുന്നത് ദൈവമാണ്. അവന് മഹത്വം കൊടുക്കുവാനായിട്ട് ആ തോട്ടം ഉണ്ടാക്കിയിട്ട് അവനെ മുഴുവനായിട്ട് ഒരു മുന്തിരിത്തോപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ മുന്തിരിത്തോപ്പിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. എന്തിനായിട്ടാണ്? മുന്തിരിത്തോപ്പിന് ചുറ്റും വേലി കെട്ടിയത് ആരാണ്? യേശുവാണ്. അവന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട്, കർത്താവായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഒരു തോട്ടമാകുന്ന മുന്തിരിത്തോപ്പാണ് നമ്മളെ. അതിലേക്ക് ചില നീരുറവകൾ ഒഴുകണം. മുന്തിരിത്തോട്ടത്തിലേക്ക് ചില നീരുറവകൾ ഒഴിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും വേലി കെട്ടിയത് ആരിക്കൂടിയാണ്? യേശു ക്രിസ്തുവിൽ കൂടി നമ്മളെ വേലി കെട്ടിയിരിക്കുകയാണ്. ചുറ്റും വേലി കെട്ടിയിരിക്കുന്ന യേശുവാണ്. അപ്പോൾ നാം ദൈവത്തിന്റെ മന്ദിരമാണെന്നും ആ മന്ദിരമാകുന്ന നമ്മെ ആരാക്കി തീർത്തിരിക്കുകയാണ്? ഒരു മുന്തിരി തോട്ടമാക്കി തീർത്തിരിക്കുകയാണ്. ഈ മുന്തിരി തോട്ടമാകുന്ന തോട്ടത്തിലേക്ക് അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം അതിന് ചുറ്റും വേലി കെട്ടി നമ്മെ സംരക്ഷിച്ചിരിക്കുകയാണ്. നീരുറവ ഒഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നീരുറവ ഒഴിക്കുവാൻ വേണ്ടിയിട്ട് നമ്മെ ചുറ്റും വേലി കെട്ടി, നമുക്ക് വേലി കെട്ടിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പൊ ഈ നീരുറവ എന്താണ്? ഈ നീരുറവയാണ് ഒഴുക്കി അവന്റെ രക്തത്താലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. കാൽവരി ക്രൂശിലെ രക്തമാണ് ജയം. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാൽ നമ്മളെല്ലാവരും കേട്ടിരിക്കുമ്പോൾ വളരെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ അടിപ്പിണരാൽ ദേഹം മുഴുവൻ വിണ്ടുകീറി ധാരധാരിയായി രക്തം വാർന്നൊഴുകി കൈകളിലും കാലിലും പാണികൾ അടിച്ചു കയറ്റിയ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും രക്തം ഇറ്റിറ്റായി വീണുകൊണ്ട് തലയിൽ അടിച്ചുറപ്പിച്ച് കൂർത്തമുള്ള ഒരു മുൾക്കിരീടം അണിഞ്ഞ് തല ഒരു വശത്തേക്ക് ചായച്ചു പിടിച്ചു കിടക്കുന്ന പ്രാണനാഥന്റെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമുക്കൊന്നേ പറയാനുള്ളൂ:
കാൽവരി ക്രൂശിലെ രക്തമേ ജയം ജയം. യേശുവിന്റെ രക്തമേ ജയം ജയം. അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമേ ജയം ജയം. ഈ രക്തമാണ്, ഈ രക്തത്താലാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ രക്തം കൊണ്ട് യേശു അവന്റെ രക്തത്താൽ നമ്മെ വേലി കെട്ടിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ശത്രുക്കൾ ഒന്നും പ്രവേശിക്കാതെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ആരാണ്? വേലി കെട്ടിയിരിക്കുകയാണ്. കാൽവരി ക്രൂശിലെ രക്തത്താൽ വേലി കെട്ടി ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചിരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഏത് സാഹചര്യമാണെങ്കിലും, ഏത് സാഹചര്യവും നമുക്ക് വിഷയമല്ല. ഏത് സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോയാലും, ആ രോഗത്തിന് നമ്മൾ അടിമയായാലും ഇതൊന്നും നമുക്ക് വിഷയമല്ല. കാരണം എന്താണ്? നമ്മളെ കാൽവരി ക്രൂശിലെ രക്തത്താൽ മുദ്രയിട്ട്, കാൽവരി ക്രൂശിലെ രക്തത്താൽ വേലി കെട്ടി ഭദ്രമായിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. വെളിപാടിന്റെ 20:11 പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിക്കളയും. അപ്പൊ നമ്മൾ ഓർക്കും, ജീവപുസ്തകത്തിൽ, ജീവന്റെ പുസ്തകമാകുന്ന യേശു ക്രിസ്തുവിന് ഒരു പുസ്തകവും ദൈവത്തിന് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എങ്ങോട്ട് തള്ളിക്കളയും? തീപ്പൊയ്യയിലേക്കാണ് തള്ളിക്കളയുന്നത്. ഇവിടെ നമുക്ക് കഷ്ടത കാണും, വേദന കാണും. ഇതൊക്കെ നമ്മുടെ ഈ ഏത് സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾ ആ ദൈവീയമായ സാന്നിധ്യത്തിൽ, ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പോയി കഴിയുമ്പോൾ ഇതൊക്കെ നമുക്കൊരു സുഖം തന്നെയാണ്. എന്തുകൊണ്ട്? നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ജീവൻ യേശുവിൽ മറഞ്ഞിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ആ ജീവനെ യേശുവിലാണ് മറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകാം. വചനത്തിന്റെ അത് എഴുതിയെടുക്കുന്നവരുണ്ട്, എഴുതിയെടുത്തോണം. നമ്മൾ ദൈവ മക്കളാണ്. വചനത്തിന്റെ ഹെഡിങ് അതാണ്, നമ്മൾ ദൈവ മക്കളാണ്. ഈ ദൈവ മക്കൾക്ക് വേണ്ടിയിട്ട് സത്യവേദപുസ്തകത്തിൽ വേർതിരിച്ചെഴുതപ്പെട്ടിരിക്കുന്നതായ ഒരു വേദഭാഗമാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിൽ ഈ ലേഖനം നമ്മൾ ഓർക്കും, എന്താണ് ഈ രക്ഷിക്കപ്പെട്ടത്? നാം വിശുദ്ധ മാമോദീസായാല് നാം മുദ്രയിടപ്പെട്ട് നാം ആരായി തീർന്നു? ദൈവ മക്കളായി തീർന്നു. നാം വിശുദ്ധ മാമോദീസായ കൂടെ ദൈവ മക്കളായി കഴിഞ്ഞ് നാം നമ്മുടെ ജഡത്തിൻ്റെതായ ചില ജഡീയ പാപങ്ങളെ നമ്മളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ജഡീയ പാപങ്ങളെയൊക്കെയും കഴുകി വെടിപ്പാക്കി നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഇന്ന് നമ്മളെല്ലാം സ്വീകരിച്ചിരിക്കുന്നവരാണ്. അതാണ് ഇവിടെ പറയുന്നത് ദൈവ മക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ദൈവ മക്കളാണ്. അപ്പൊ ഈ ദൈവ മക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ലേഖനമാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം. ഈ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം എഴുതിയത് രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ യാക്കോബ് ശ്ലീഹായുടെ 4-ാം അധ്യായം അതിലെ 7 മുതൽ 8 വരെ 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടെ അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിനോട് എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങിയിരുന്നാല് ഒരു പിശാചും നമ്മുടെ അടുക്കത്തില്ല. വീണ്ടും പറയാണ്, ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. നമ്മളെപ്പോഴും ഓർക്കും, കർത്താവ് എന്നെ കാണുന്നില്ലയോ, കർത്താവ് എന്നെ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലയോ. നമ്മൾ എങ്ങനെ ചെല്ലണം? കർത്താവിനോട് നമ്മൾ അടുത്ത് ചെല്ലണം. ഞാൻ ഇതാ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് അവൻ്റെ ബലമുള്ള ഒരു കൈ കീഴിലേക്കൊന്ന് താണിരുന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ കാണാതെ പോകത്തില്ല. പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവീൻ. എന്താണ് ഈ കൈകളുടെ പ്രത്യേകത?
അനേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കൈകൾ കൊണ്ടാണ് അനേക പാപങ്ങൾ ചെയ്യുകയാണ്. ഈ കൈ എന്തിനാണ്? തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ പാടി സ്തുതിക്കേണ്ടതായ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടാണ് നമ്മളെ പാപം ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അതുകൊണ്ട് പറയുകയാണ്, വീണ്ടും ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ പരാജയമാണ്. ഒന്നുമില്ല, ഇങ്ങോട്ടൊന്നുമില്ല. അങ്ങോട്ടും ചാഞ്ഞു നിൽക്കും, ഇങ്ങോട്ടും ചാഞ്ഞു നിൽക്കും. നമുക്ക് ഒരൊറ്റ ഹൃദയമേ കാണാവുള്ളൂ. ഏകാഗ്രതമായ ഒരു ഹൃദയമായിരിക്കണം. ഇരുമനസ്സുണ്ടാകരുത്, രണ്ട് മനസ്സായിട്ട് കടന്നു വരരുത്. ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. നാം ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുക. അങ്ങോട്ടൊന്നോ ഇങ്ങോട്ടൊന്നോ ഇല്ല. അങ്ങോട്ടും ചായും ഇങ്ങോട്ടും ചായും. പക്ഷേ എവിടെയാണ് വിട്ടുപോകുന്നത്? രണ്ടിലും ചാഞ്ഞു നിന്നാൽ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. നമ്മുടെ മനസ്സുകളെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. നമ്മളൊരു പരാജയമല്ല. ഒരിക്കലും ദൈവ മക്കൾക്ക് ഒരു പരാജയമല്ല. നമ്മളൊരു ജയമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. ഞാനൊരു പരാജയമല്ല, ഞാനൊരു ജയമാണ് എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കണം. എപ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ വചനം, അതെപ്പോഴാണ് നമുക്ക് അങ്ങനെ വരുന്നത്? ഞാനൊരു പരാജയമല്ല, ഞാനൊരു വിജയമാണ് എന്ന് ഒരു ഉറപ്പ് എനിക്കും നിങ്ങൾക്കും വരണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കണം. അല്ലാതെ വചനമില്ലാതെ ഞാനൊരു ജയമാണെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല. വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുന്നു? നമ്മളൊരു ജയമായിട്ട് മാറുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12:24, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടല്ലോ തെറ്റിപ്പോയത്. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടല്ലയോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. അവിടെ ദൈവവചനം ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമ്മൾ ആരാണ്? നമ്മളൊരു ജയമാണ്. എന്നാൽ അത് പ്രവേശിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ജയമല്ല, ഒരു തോൽവിയാണ്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായുണ്ട്. അപ്പം തിരുവെഴുത്ത് എന്താണെന്നും ദൈവീയമായ ശക്തി എന്താണെന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയണം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അദൈവീയമായ ശക്തി ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ദൈവീയമായ ശക്തി എനിക്ക് സാക്ഷിക്കുന്ന സമയമില്ലല്ലോ, അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഇത്രയ്ക്കുള്ള സമയമേ ഉള്ളൂ. പക്ഷെ ദൈവീയമായ ശക്തി നമ്മളെ എങ്ങനെ നടത്തുന്നു? അതെന്താണ്? തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടല്ലയോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. വചനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ വിശ്വാസമാകുന്ന വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസ വചനങ്ങൾ ഏറ്റുപറയണം. ഓരോ കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു രോഗമാണെങ്കിൽ രോഗത്തിന്, മറ്റൊരു പ്രതിസന്ധി ആണെങ്കിൽ അതിന്, അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്കാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒന്നിനൊന്നായിട്ട് ചേരുന്ന വചനങ്ങൾ തിരുവചനത്തിലുണ്ട്. വചനം വെച്ച് വേണം നിങ്ങളുടെ പ്രാർത്ഥന, ഓരോ പ്രാർത്ഥനകളെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ വചനമാണ്, വചനത്തിൽ കൂടെ വേണം നമ്മളെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്. വചനമെടുത്ത് നമ്മളെ ഉപയോഗിക്കണം. ആ വചനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് ആ ദൈവീയമായ ശക്തി ഉണ്ടല്ലോ മനസ്സിലാക്കാൻ കഴിയും. വചനത്തിന്റെ ശക്തി വെളിപാട് കൊണ്ട് നമ്മൾ നിറയണം. വചനത്തിന്റെ ശക്തി എന്തായിരിക്കണം? ആ വെളിപാട് കൊണ്ട് നമ്മൾ നിറയണം. വചനമാണ് അടിസ്ഥാന വചനം. എന്ത് പറയുന്നോ അതുപോലെ സംഭവിക്കും. വചനം എന്ത് പറയുന്നോ അത് അതുപോലെ തന്നെ സംഭവിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിലാണേലും, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ ഇനി വെളിപാട് വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ വചനം എന്ത് പറയുന്നു അതുപോലെ തന്നെ സംഭവിക്കും. നമ്മൾ നിത്യേന പ്രാർത്ഥിച്ച് പ്രഭാതകാലത്തിൽ അധികാലത്ത് എഴുന്നേറ്റ്
ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ വചനത്തിൽ കൂടി എന്നോട് സംസാരിക്കണം. കൃത്യമായ വചനം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അന്നെന്നുള്ളതായ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുവാനായിട്ട്. അപ്പൊ അവിടെ പറയാണ് വചനം, അടിസ്ഥാന വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. അപ്പൊ വചനം അതുപോലെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതിന് നാം എന്ത് ചെയ്യണം? വചനം വായിക്കണം. ഒരു ദിവസം രാവിലെയോ ഉച്ചയ്ക്കോ വചനം അല്പസമയം വായിക്കുന്നതല്ല, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും തിരുവചനം നന്നായിട്ട് വായിക്കണം. ഇപ്പൊ പ്രത്യേകിച്ച് ഇതിൽ കൂടി ഓരോ അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ പഴയ നിയമം വായിക്കണം, പുതിയ നിയമം വായിക്കണം, സദൃശവാക്യങ്ങൾ വായിക്കണം, യോബിന്റെ ലേഖനം വായിക്കണം. അങ്ങനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും സത്യവചനം നമ്മൾ വായിക്കണം. 2 ധ്യാനിക്കണം. വായിച്ചാൽ പോരാ, വചനം അവിടെ ഇരുന്ന് ധ്യാനിക്കണം. ആ വചനം വായിക്കുമ്പോൾ വചനത്തിൽ കൂടെ എന്നോടും നിങ്ങളോടും കൃത്യമായി പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവശബ്ദം നമ്മൾ കേൾക്കും. പിന്നീട് നമ്മൾ ആ വചനത്തെ കുറിച്ച് ചിന്തിക്കണം. വചനത്തെ കുറിച്ച് എന്ത് ചെയ്യണം? വചനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പിന്നീട് നമ്മൾ ആ വചനം പറയണം. അങ്ങനെയാണ് വചനം നമ്മളെ പറഞ്ഞ് പഠിക്കുന്നത്. യാക്കോബ് 4:8 എന്താ പറയുന്നത്? ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് എന്നാൽ അവൻ നമ്മളോട് എന്ത് ചെയ്യും? അടുത്ത് വരും. പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ എന്നാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളെയൊക്കെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കരുത് മറ്റൊരു രീതിയിലാണെന്ന് അല്ല. കാരണം നമ്മളിപ്പോ ക്രിസ്തുവിലാണ്, നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണ്, നമ്മൾ അവന്റെ കുടുംബത്തിന്റെ അംഗമാണ്. നമ്മൾ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ആരാണ്? നമ്മൾ ക്രിസ്തുവിൽ ഇപ്പൊ നമ്മൾ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടുപേരൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. ഞാൻ എൻ്റെ ക്രിസ്തുവിലെ ഒരു കുടുംബത്തിന്റെ അംഗമാണെന്ന് പറയണം. രക്ഷിക്കപ്പെട്ട മക്കളായ നമ്മളെ എന്ത് പറയുന്നു? യാക്കോബ് 4:1 പറയുന്നു, നിങ്ങളിൽ സണ്ടയും കലഹവും എവിടെ നിന്നാണ് ഈ സണ്ടയും കലഹവും ഒക്കെ ഉണ്ടാകുന്നത്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിന്റെ രീതിക്കും ഒരു സണ്ടയിടാനോ ഒരു കലഹം വെക്കാനോ പോകത്തില്ല. ഇത് എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന പോകേച്ഛകളിൽ നിന്നല്ലയോ? എവിടെ നിന്നാണ് സണ്ട വരുന്നത്? തമ്മിൽ സ്നേഹമില്ല, പരസ്പര ബന്ധമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർക്കണം, നമുക്ക് നിസ്സാര കാര്യം മതി. പള്ളിയിൽ വെച്ച് കണ്ടാൽ മിണ്ടിയില്ല, എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ കയ്യസൂരി സ്ലോമോ കൊടുക്കുമ്പോൾ അത് വേണ്ടതുപോലെ കൊടുത്തില്ല. ഒരു പള്ളിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായ ആ വിമർശനങ്ങൾ കടന്നു വരുമ്പോൾ ഇതെങ്ങനെയാണ് ഈ വിമർശനം എവിടെ നിന്ന് കടന്നു വരുന്നെന്ന് യാക്കോബ് ശ്ലീഹ വ്യക്തമായിട്ട് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങളിൽ സണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്നു. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ കൂടിയാണ് ഇത് പോരാടുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മളെ ഈ ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ലോക സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോക സ്നേഹത്തിൽ നിന്നൊക്കെ നമ്മൾ എങ്ങോട്ട് മാറി നിൽക്കും? നമ്മൾ പിന്മാറി നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഇതൊക്കെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ വെടിഞ്ഞ് ആ ശത്രുത്വ മനോഭാവത്തിൽ നിന്നും ആ കലഹവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ആ സണ്ടയിടിയില് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ കൂടാണ് വരുന്നത്. അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തോട് അടുപ്പിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ്, അത് ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ, നമുക്കൊരാത്മാവുണ്ട്, നമ്മുടെ ആത്മാവും ദൈവാത്മാവും കൂടെ ഒന്നായി ചേർന്ന് കഴിയുമ്പോൾ നമ്മളെ ആരോടടുപ്പിക്കുന്നു?
ദൈവത്തോട് അടുപ്പിക്കുന്നു. അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഓർത്തുകൊള്ളണം, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതമല്ലാത്ത യാതൊന്നിലും നമ്മളെ അടക്കാൻ പാടില്ല. എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കൃത്യമായിട്ട് ഇടപെടണം. ദൈവാത്മാവും നമ്മുടെ ആത്മാവും കൂടെ ഒന്നായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവും മാത്രമാണ്. 4:7 പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവസന്നിധിയെ കീഴടങ്ങുവിൻ. എപ്പോഴും നമ്മൾ ആർക്ക് കീഴടങ്ങണം? ദൈവത്തിന് കീഴടങ്ങി കൊടുക്കണം. വചനം വായിക്കുമ്പോൾ ദൈവത്തിന് കീഴടങ്ങും, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സാത്താനോട് നമ്മളെ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കാൻ നമ്മളെ പഠിക്കണം. അപ്പോൾ അവൻ നമ്മളെ വിട്ടുപോകും. നമ്മൾ സാവകാശം കൊടുത്താൽ ഒരു ചെറിയ ഉറുമ്പ് പ്രവേശിക്കും. അത് കഴിഞ്ഞ് ചെറിയ ഉറുമ്പ് കഴിയുമ്പോൾ ചെറിയ ചെള്ള് കയറും. ചെറിയ ചെള്ള് കയറി കഴിഞ്ഞാൽ ഒരു വണ്ട് കയറും. ഒരു വണ്ട് കയറി കഴിഞ്ഞാൽ അതിൽ വലുത് കയറും. പിന്നീട് വലിയത് കയറി തുടങ്ങും. അപ്പോൾ അതിനൊരു ചെറിയ വിടവ് പോലും കൊടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. എതിർത്ത് നിൽക്കണം, എങ്കിൽ അവനെ വിട്ടുപോകും. യേശു സാത്താനെ എതിർത്ത് നിന്നു. നമുക്കറിയാം, ആത്മാവ് നിറയപ്പെട്ടവനായ യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന ആത്മാവ് നിറഞ്ഞവനായിട്ടാണ് കടന്നു ചെല്ലുന്നത്. പക്ഷേ അവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വചനമെടുത്ത് ഉപയോഗിച്ചു. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിന്നാൽ ഏത് രീതിയിലും സാത്താൻ കടന്നു വന്നാൽ ആ നിമിഷം തന്നെ നമ്മൾ ഓർക്കും, നമ്മൾ പാപം ചെയ്യുന്നില്ലയോ? നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് എനിക്ക് പോകുന്ന മുഴുവൻ സഹോദരിമാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സുകളിൽ കൂടിയാണ് പാപം കൂടുതലായിട്ട്, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിൽ കൂടിയാണ് പാപം മലിനത കടന്നു വരുന്നത്. ആ സമയം നമ്മൾ എന്തെടുത്ത് ഉപയോഗിക്കണം? വചനമെടുത്ത് ഉപയോഗിക്കണം. വചനമെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ വചനം നമ്മുടെ നാവിൽ കൂടി ഒഴുകി വരികയുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു സാത്താനോട് എതിർത്ത് നിന്നതുപോലെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? സാത്താനോട് എതിർത്ത് നിൽക്കണം. എതിർക്കാത്തവരോട് കൂടെ അവൻ നിൽക്കും. എതിർത്തില്ലെങ്കിൽ അവൻ കൂടെ നിൽക്കും. നമ്മുടെ നന്മയെ തടഞ്ഞുകൊണ്ട് തലമുറയെ തകർക്കാൻ വരും. ഇന്ന് നമ്മൾ വളരെ ഭാരത്തിൽ കൂടാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് വളരെ ഭാരത്തിൽ കൂടി ഇന്ന് അനേകർ കടന്നു പോകുന്നത്? തലമുറയോർത്ത് ഭാരപ്പെടുകയാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനം 80 പറയുന്നു, ഞാൻ നിന്നെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു, ജാതികളെ നീക്കി ഞാൻ തടവെടുത്ത് നട്ടു, വെള്ളമൊഴിച്ചു വളവിട്ടു വളർത്തി, കൊമ്പുകൾ നദികൾ വരെയും ശിഖരങ്ങൾ പർവ്വതങ്ങൾ വരെയും നീട്ടപ്പെട്ടു. എന്താണ് ഈ കൊമ്പുകൾ? എന്താണ് ഈ ശിഖരങ്ങൾ? നമ്മുടെ മക്കള്, തലമുറകൾ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഇന്ന് അമ്മമാർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം ധ്യാനിക്കാൻ സമയമില്ല. എന്നിങ്ങനെ ഈ മൊബൈലുകൾ വഴിയായിട്ട് ഇങ്ങനെ ഏത് നേരവും ചാറ്റിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, TV കൂടി അനവധി കാര്യങ്ങൾ കാണാനുണ്ട്. ഈ വക കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ്ടും പറയുകയാണ്, ഞാൻ വേലി പൊളിക്കും, വേലി പൊളിച്ച് കാട്ടിലെ മൃഗങ്ങളും വയലിലെ പന്നികളും കയറിയിറങ്ങി നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഓർത്തുകൊള്ളണം, എന്നാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തലമുറകൾ പോയിരിക്കുന്നു. PR കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അനുസരിക്കുന്നില്ല. പല രീതിയിലുള്ള തലമുറയിൽ കൂടിയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നു. എൻ്റെയും നിങ്ങളുടെയും വല്യപ്പന്മാരൊക്കെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ സൗഖ്യത്തിലും സന്തോഷത്തിലും ഒക്കെ കഴിയുന്നത്. അപ്പോൾ എന്നാൽ ഈ തലമുറകൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ചെയ്യേണ്ടത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം. വചനം എപ്പോഴും ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കേണ്ടതായ ഒരു സമയമാണ്. എന്നാലേ അവൻ നമ്മെ എന്ത് ചെയ്യുകയില്ല, എതിർക്കാത്തവരോട് കൂടെ നിൽക്കും. എതിർത്ത് നിന്നാൽ അവൻ അന്നേരമേ പോകും. വീണ്ടും പറയാണ്, തലമുറയെ തകർക്കാൻ വരികയാണ്. നമുക്കറിയാം, മോശ ജനിച്ചു. മോശയെ തകർക്കാനായിട്ട്, മോശയെ നശിപ്പിക്കണം, അല്ലെ മോശയെ കൊല്ലണമായിരുന്നു. പക്ഷെ ആ കണ്ണുനീര് കൊണ്ടാണ് ഞാണകപ്പെട്ടവൻ മുട്ടിച്ചിരിക്കുന്നത്. ആ കണ്ണുനീരെന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പേ
മോശയുടെ ജനനസമയം, ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ 2000 വർഷങ്ങൾക്ക് മുമ്പേ മോശെ ജനിച്ചുവെങ്കിൽ ആ കണ്ണുനീർ കൊണ്ട് ഞാണകപ്പെട്ടകത്തെ ഒട്ടിച്ചതുപോലെ ഇന്ന് ഞാനും നിങ്ങളും കണ്ണുനീരൊഴുക്കി ആ ക്രിസ്തുവാകുന്ന രക്തത്തിലെ, ആ കാൽവറിയിലെ രക്തത്താൽ എപ്പോഴും മുദ്രയിടണം. 1 പത്രോസിന്റെ 5:8 പറയുന്നു, നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. എന്തായിരിക്കണം? നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങട്ടെ എന്ന് ആരെ വിഴുങ്ങണമെന്ന് ഓടി നടക്കുകയാണ്. കാരണം അലറുന്ന സിംഹം പോലെയാണ് ഓടി നടക്കുന്നത്. ആരെ തകർക്കണം, ആരെ നശിപ്പിക്കണം എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 2:1 പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുതേ, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കാൻ നമ്മളെ സമ്മതിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. എഫേസ്യർ 6:11 പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർ നിൽപ്പാൻ കഴിയേണ്ടതിനെ ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചു കൊള്ളുകയും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സർവായുധ ധരിച്ചു കൊള്ളണം. ഇന്ന് പോരാട്ടം ജഡരക്തങ്ങളോടാണ്. ഇന്ന് പോരാട്ടം ആരോടാണ്? ജഡരക്തങ്ങളോടാണ്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങള്, എവിടെ നോക്കിയാലും ജഡരക്തങ്ങൾ തമ്മിൽ പോരാടുന്നത് കൊണ്ട് പലതും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഡരക്തങ്ങളോടല്ല പോരാടേണ്ടത്. ഈ ദുഷ്ടാത്മസേന ശക്തിയോടെ എതിർത്ത് നിൽപ്പാനുള്ള ദൈവകൃപ പ്രാപിക്കുക. വചനത്തിന്റെ ശക്തിയോടുകൂടി വചനം നമ്മളെ ആയുധമായി ധരിച്ചു കൊള്ളണം. എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരിക്കണം. അത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമായിരിക്കണം. വചനം അസ്ഥികളെയും മജ്ജകളെയും തുളച്ചു കയറും. നമ്മുടെ ഹൃദയങ്ങളെ വിവേചിച്ചറിയുന്നതായ ആ വചനത്തിന്റെ ശക്തിയോടുകൂടി നമ്മളെപ്പോഴും ഉണ്ടായിരിക്കണം. എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്. നമ്മളൊന്ന് വായിച്ചു നോക്കണം. യാക്കോബ് പുസ്തകം വായിക്കണം. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ വായിക്കണം. 1 പത്രോസ് 2 പത്രോസ് വായിക്കണം. എഫേസ്യസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. അവിടെ ആദ്യം പറയുന്നെന്താ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ കൂടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ഞാൻ നിന്നെ വളരുമാറാക്കുകയും ചെയ്യും. വാഗ്ദത്ത വചനമാണ്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ നീതിയുടെ വലങ്കരം നിന്നെ താങ്ങി നടത്തും. വീണ്ടും പറയുന്നു, സങ്കീർത്തനത്തിൽ പറയുന്നു, 92 പറയുന്നു, ഞാൻ നിന്റെ തലയിലെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ നിന്നെ തേപ്പിക്കും. പച്ച പിടിച്ച് നീ വാർദ്ധക്യത്തിനും ഫലം പുറപ്പെടുക തന്നെ ചെയ്യും. ഈ വാഗ്ദത്ത വചനങ്ങൾ നമ്മളെ മുറുകെ പിടിക്കണം. യോഹന്നാൻ 10:10 പറയുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ എന്തിനാണ് വരുന്നത്? മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും വരുന്നു. യേശു എന്തിനു വന്നു? നമുക്ക് ജീവൻ ഉണ്ടാകാൻ, സമൃദ്ധിയായിട്ടുണ്ടാകുവാനായിട്ടാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അത് നമുക്ക് സമൃദ്ധിയായിട്ട് തരുവാനായിട്ടാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. വെളിപാട് 12:10 ലാസ്റ്റ് പറയുന്നു, നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവല്ലോ. രാപകൽ അവിടെ പറയുകയാണ്, രാപകൽ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധി കുറ്റം ചുമത്തുന്നവരെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പോൾ എന്താണ് മോഷ്ടിക്കാൻ പോകുന്നത്? നമ്മൾ ഓർക്കുമായിരിക്കും, സാത്താൻ വന്നിട്ട് നമ്മുടെ ഒരു ചെടിച്ചട്ടി മറിച്ചിട്ടെന്നോ അല്ലെ നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് പൊട്ടിയെന്നോ ദൈവമക്കളുടെ ജീവിതത്തിൽ ചിലത് എടുത്തു കളയാനാണ് അവൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഒരു വണ്ടിയുടെ ടയർ പൊട്ടിയത് കൊണ്ടോ പലപ്പോഴും പറയുന്ന കേൾക്കല്ലേ, ഒന്ന് ടയർ പൊട്ടിയാലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഉണ്ടായാൽ പറയും, പെട്ടെന്ന് പറയും. അതൊന്നുമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ ചില പരാജയങ്ങളോ അല്ലെങ്കിൽ നമ്മളോട് സാത്താൻ എതിർത്ത് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? സാത്താൻ നമ്മുടെ നേരെ ഏത് നേരവും ഇങ്ങനെ ചീറ്റിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നമുക്ക് ദൈവത്തോടുള്ള തീഷ്ണത കുറയും. ദൈവത്തോടുള്ള തീഷ്ണത നമുക്ക് കുറയരുത്. ഇന്ന് അനേക ചർച്ചകളാണ് നടക്കുന്നത്. ആത്മീയമായിട്ട് വളരുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ അനുവദിക്കാതെ ആത്മീയമായിട്ട് വളരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. ഇന്ന് പലവിധ ചർച്ചകളാണ് നടക്കുന്നത്, പലവിധ സംസാരങ്ങളാണ് നടക്കുന്നത്. ദൈവത്തോടുള്ള തീഷ്ണത, എൻ്റെ ദൈവത്തെ അറിയാനുള്ള തീഷ്ണത. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെയൊക്കെ ചെറുപ്രായത്തിലെ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തോ ഒരു തീഷ്ണതയാണ്. പള്ളി എന്ന് പറഞ്ഞാല്, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാല്
അല്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാല് അതൊരു തീഷ്ണതയായിരുന്നു. ദൈവത്തോടുള്ള ഒരു തീഷ്ണത വേണം. 2, ദൈവത്തോടുള്ള ആഗ്രഹം എടുത്തു മാറ്റാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ദൈവത്തോടുള്ള തീഷ്ണത കുറയരുത്. ദൈവത്തോടുള്ള ആഗ്രഹം അതെ എടുത്തു മാറ്റാനാണ് അവന്റെ ശ്രമം. പൂർണ്ണ ഹൃദയത്തോടുകൂടെ അവനെ സേവിപ്പീൻ. യെരമ്യാവ് 29:13 പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടുകൂടി അന്വേഷിപ്പീൻ. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എങ്ങനെ വേണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവത്തെ അന്വേഷിക്കണം. 2 ദിനവൃത്താന്തം 15:15 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോട് സത്യം ചെയ്യുന്നു. അതെ, പൂർണ്ണ ഹൃദയത്തോടു കൂടി നമ്മൾ ദൈവസന്നിധിയിലെ ദൈവത്തെ അറിയാനുള്ള ഒരു തീഷ്ണത, ദൈവത്തെ അറിയാനുള്ള ദൈവത്തോടുള്ള ഒരു ആഗ്രഹം എപ്പോഴും വേണം. ഒരു ആഗ്രഹം വേണം. അധികാലത്തുണരണം. എന്തുകൊണ്ടാണ് അധികാലത്തുണർന്ന് പ്രാർത്ഥിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു പോലും അധികാലത്തുണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. നമ്മളിത് ഇപ്പം ഒരു കുറേയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ രാവിലെ എഴുന്നേൽക്കും, കാരണം അവരെ സ്കൂളിൽ വിടണമെന്ന്. അങ്ങനല്ല, നമ്മൾ അധികാലത്തുണർന്നെഴുന്നേറ്റ് ദൈവസന്നിധിയിലിരുന്ന് പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച്, ഇപ്പം തന്നെ ഇമ്മാനുവൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാനാണെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ എടുക്കത്തില്ലയോ? അപ്പൊ അങ്ങനെ അധികാലത്തുണർന്ന് ആ ദൈവത്തോടുള്ള തീഷ്ണത, എനിക്ക് പ്രാർത്ഥിക്കണം, ദൈവത്തോടുള്ള ആഗ്രഹം, എനിക്ക് ദൈവത്തെ ഒന്ന് അറിയണം, എനിക്ക് ദൈവശബ്ദം ഒന്ന് കേൾക്കണം, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിപ്പീൻ. അതാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടാണ് നമ്മൾ സത്യം ചെയ്തു. ഇത് സാത്താൻ എടുത്തു മാറ്റാൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ സാത്താൻ എടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കും. എങ്ങനെയാണ്? പള്ളിയിൽ പോയാൽ ഏകാഗ്രത, വിശുദ്ധ കുർബാന, ദിവ്യബലി സംബന്ധിക്കുമ്പോൾ പ്രഭാതത്തിൽ പ്രഭാത നമസ്കാരം മുതൽ നമ്മൾ ദേവാലയത്തിൽ വേണം. വിശുദ്ധ കുർബാനയുടെ ആരംഭം കർത്താവിന്റെ ജനനം, കർത്താവിന്റെ ജനനം മുതൽ കർത്താവിന്റെ മരണം വരെയുള്ള എല്ലാ ശുശ്രൂഷകളും അത് ഒന്നൊന്നായിട്ട് അടിക്കടിയായിട്ട്, ഇത് പകുതി കഴിയുമ്പോഴും തുപ്തൻ വായിക്കുമ്പോഴും ഒന്നുമല്ല ദേവാലയത്തിൽ ചെല്ലേണ്ടത്. അപ്പോഴേ നമ്മളെ അതുപോലെ തന്നെ പള്ളിയിലെ ഏകാഗ്രത ഹൃദയത്തോടുകൂടെ നമ്മളൊരു കാര്യം ഓർക്കണം. ഇപ്പൊ പള്ളിയിലൊക്കെ പാടാനായിട്ട് കൊയറുകാരുണ്ട്, പക്ഷെ പ്രത്യേകമായിട്ടൊരു പാട്ട് പാടും. വിശുദ്ധ മദ്ബഹായുടെ കവറൊക്കെ ഇട്ടിട്ട് ആ അൻപുടയോനെ പാടുമ്പോൾ നമ്മളൊന്ന് ഓർത്തു കൊള്ളണം, എൻ്റെ കർത്താവാർക്ക് വേണ്ടി ഇത് ഞാനല്ലയോ, ഈ നീചപാപിയായ സ്ത്രീ ഞാനല്ലയോ എന്ന് ഓർക്കണം. എൻ്റെ കർത്താവിനെ ഇന്നും നമ്മൾ ചുംബി പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെങ്കിൽ അവിടെ എന്താണ് നടന്നത്? ഒരു ചുംബനം നടന്നു. ആ ചുംബനത്തോടുകൂടി കർത്താവിനെ ആ ശത്രുവിന്റെ കരങ്ങളിലേക്ക് പിടിച്ചു കൊടുക്കുകയാണ്, ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുകയാണ്. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ആ യേശുക്രിസ്തുവിനെ വഴിയിലേക്ക് ഇറക്കിക്കൊണ്ട് തലയിൽ കൂർത്തമുള്ള മുൾക്കിരീടം വെച്ച് അടിച്ച് ചാട്ടവാറ് കൊണ്ടടിച്ച് ദേഹമാസകല മുറിവുകളോടുകൂടി വലിയൊരു തടിക്കുരിശും ചുമന്നുകൊണ്ട് കടന്നുപോയി എന്ന് കർത്താവിന്റെ ശരീര രക്തങ്ങൾ അവിടെ അകത്ത് വാഴ്ത്തി നമുക്ക് വേണ്ടി നുറുക്കി തരുമ്പോൾ നമ്മൾ അപ്പുറവും ഇപ്പുറവും നോക്കി നിന്ന് അവിടെ എന്താണ് ഇവിടെ എന്താണെന്ന് നോക്കി നിൽക്കാതെ കണ്ണുകൾ അടച്ച് കൈകൂപ്പി അതേ ഭാരത്തോടുകൂടി കരയണം. ഇങ്ങനെ പറയണം, കർത്താവേ, ഇന്ന് ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നില്ലയോ, ഇന്ന് ഞാൻ നിന്നെ അടിക്കുന്നില്ലയോ, എൻ്റെ കണ്ണുകളെ ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നില്ലയോ. അങ്ങനെ നമ്മളെ ആ കണ്ണുനീരോടുകൂടി നിന്ന് പ്രാർത്ഥിച്ച് ആ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ നമ്മളെ വാഴ്ത്തി നുറുക്കി തരുന്ന സമയം അത് വീണ്ടും വീണ്ടും ഭക്ഷിച്ചുകൊണ്ട് നമ്മൾ ശക്തി പ്രാപിക്കണം. സാത്താൻ നമ്മുടെ ആ ദൈവ സാന്നിധ്യം എടുത്തു മാറ്റാൻ ശ്രമിക്കും. അതെ, അവനറിയാം എങ്ങനെ വേണമെന്ന്. പക്ഷേ അതിന് വിട്ടുകൊടുക്കരുത്. പൂർണ്ണമായിട്ട് സ്നേഹിക്കുക അവനെ. അവൻ പൂർണ്ണമായിട്ട് ദൈവത്തെ സ്നേഹിച്ചാൽ അവന് നമ്മളെ തൊടാനായിട്ട് പറ്റുകയില്ല. പൂർണ്ണമായിട്ട് നമ്മൾ ആ ദൈവ സന്നിധിയിലെ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ആ ദൈവീയമായ ശബ്ദം കേട്ട് ദൈവവചനം കേട്ട് നമ്മളെ വളരെ താല്പര്യത്തോടുകൂടി, പണ്ടത്തെ പോലൊന്നും ഇന്ന് പള്ളിയിലേക്ക് പോകുവാനോ പള്ളിയിൽ ആരാധനയെ സംബന്ധിക്കാനോ ഒന്നും, പക്ഷെ പണ്ടൊക്കെ എന്താണ് ഒരു കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഉത്സാഹമാണ്, വളരെ താല്പര്യമാണ്. എന്താണ് നമ്മളെ
അവിടെ നമുക്ക് ആ ദൈവീയമായ ജീവനാണ് തരുന്നത്. ഇപ്പോൾ നമുക്ക് ആ മർമ്മങ്ങളെ അറിയുവാനുള്ള കൃപയുടെ കാലമാണ്. കൃപയുടെ കാലഘട്ടത്തിൽ ഈ കൃപായുഗം നിന്നു പോകും. ഈ കൃപായുഗം നിന്നു പോകുന്നു, നഷ്ടപ്പെട്ടു പോകാതെ ഈ കൃപ കർത്താവേ ഞങ്ങളിൽ നിന്ന് പോകരുതേ. ഈ കൃപ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റരുതേ. ഈ കൃപ നമ്മുടെ മേൽ, നമ്മുടെ ഈ കൃപയുള്ളവരായിട്ട് നമ്മൾ ജഡമോ ബലഹീനമായിരിക്കും, എന്നാൽ ആത്മാവ് ശക്തി പ്രാപിച്ച് നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കണം? ദൈവത്തോടെ അടുത്ത് ജീവിക്കണം. അങ്ങനെ ദൈവത്തോടെ അടുത്ത് ജീവിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ സന്നിധിയിലെ നമുക്ക് ദൈവത്തോടെ എപ്പോഴും ഓരോ നിമിഷവും ആ ദൈവീയമായ വെളിച്ചം, ആ ദൈവീയ പ്രകാശത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതാണ് നമ്മളെ ഇന്ന് പാഠമായിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ കേട്ടതായ വചനത്തിൻ്റെ കൃപയിൽ നമ്മൾ നിന്നുകൊണ്ട് ആ ദൈവ ശബ്ദം കേട്ട് നമ്മുടെ ഹെഡിങ് ഇതായിരുന്നു. എന്തായിരുന്നു? നമ്മൾ ദൈവ മക്കളാണ്. ഞാനും നിങ്ങളും ദൈവ മക്കളായി തീരണമെങ്കിൽ സാത്താനോട് എതിർത്ത് നിൽക്കണം. സാത്താനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ ഒരു ജഡീയ സ്വഭാവം പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ കൂടെ ഒരു പാപ മലിനതകൾ പോലും കടന്നു വരാതിരിക്കണമെങ്കിൽ ജീവന്റെ വചനത്തെ നമ്മൾ അതുപോലെ ഭക്ഷിക്കണം. ജീവവചനം വായിക്കണം, ധ്യാനിക്കണം, പറയണം. വചനത്തെ നമ്മൾ അതുപോലെ ഭക്ഷിച്ചുകൊണ്ട് കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? എപ്പോഴും ചോദിക്കണം, എൻ്റെ കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ബലമുള്ള ഒരു ഭുജങ്ങളുടെ കീഴിൽ ഞാനൊന്ന് താണിരിക്കട്ടെ. അങ്ങനെ താണിരിക്കുമ്പോൾ ആ ദൈവശബ്ദം എന്നെയും നിങ്ങളെയും കേൾപ്പിക്കും. ആ ദൈവശബ്ദം കേട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയം തന്ന ദൈവത്തെ, വചനം പകർന്നു തന്ന ദൈവം, ആ ദൈവം വാഴ്ത്തി തന്ന വചനം വിളമ്പി തരുവാൻ കർത്താവിൻ്റെ ഒരു വേലക്കാരിയായി അടിയനെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിനെ മഹത്വം കരയേറ്റുന്നു. ഒപ്പം എന്നെ ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകമായിട്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതായ ജയമോളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാകൃപയാൽ അനുഗ്രഹീതമായ ഒരു ദൈവവചനം നമുക്ക് ലഭിച്ചു. ഇതിന് നന്ദി സമർപ്പിക്കുന്നതിനും പ്രാർത്ഥന നടത്തി ഇത് അവസാനിപ്പിക്കുന്നതിനുമായി മിന്റുവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു മോളി ആന്റി. ഇന്ന് കേട്ട വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് കീഴടങ്ങി ശുദ്ധമുള്ള ഹൃദയത്തോട് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ വേണ്ടി എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരുടെയും ഉള്ളിൽ പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, തീഷ്ണതയോടെ കർത്താവ് എല്ലാവരെയും കൃപയിൽ നിർത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ഉള്ളിൽ ഈ വചനം ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റിയെ ഓർത്ത് സമർപ്പിക്കുന്നു. ദൈവം കൂടുതലായി കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആത്മാക്കളെ തേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിന്റെ പേരുള്ളതായ നന്ദിയും സ്നേഹവും ഇപ്പോൾ അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് ശുദ്ധമുള്ള ബാവ ചൊല്ലി നമ്മുടെ പ്രയർ അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചിറകുകളുടെ കീഴിൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ആമേൻ. താങ്ക് യു ഓൾ. പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി.